10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം സർക്കം സർക്കിൾ പരിവൃത്തം. എങ്ങനെയാണ് ഒരു സർക്കം സർക്കിൾ വരയ്ക്കുക, എങ്ങനെയാണ് ഒരു പരിവൃത്തം വരയ്ക്കുക? വളരെ സിമ്പിളായിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. നിങ്ങൾക്കിത് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. വളരെ സിമ്പിളായിട്ട് നമ്മൾ സർക്കം സർക്കിൾ വരയ്ക്കാൻ പോകുന്നു. ആൻഡ് കോമ്പസും സ്കെയിലൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ടാണ് നമ്മൾ ഈ ബോർഡിൽ വരയ്ക്കാൻ പോകുന്നത്. എന്താ സാർ സർക്കം സർക്കിൾ? ഒരു ത്രികോണത്തിന്റെ 3 മൂലയും ഇതേപോലെ വൃത്തത്തിലാണെങ്കിൽ ആ ഒരു വൃത്തത്തെയാണ് നമ്മൾ സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് എക്സാമിന് ചോദിക്കുക? നിങ്ങൾ കുറച്ച് സമയം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 4 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. മക്കളേതാ ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. Draw a circle of radius 3.5 cm. Draw a triangle of angles 50, 60, 70 with its vertices as points on the circle. 3.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് കോണുകൾ 50, 60, 70 ഡിഗ്രി ഉള്ള ത്രികോണം അതിന്റെ മൂലകൾ ഈ വൃത്തത്തിലായി വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ 3.5 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. ഞാനൊരു 3.5 സെന്റിമീറ്റർ എടുത്തിട്ട് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് 3.5 സെന്റിമീറ്ററിൽ ഒരു അടിപൊളിയായിട്ട് വര വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് 3.5 സെന്റിമീറ്റർ. പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ കയ്യിലുള്ള ടൂൾസ്, ഞാൻ ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കോമ്പസ് വേണം, പ്രൊട്ടാക്ടർ വേണം. നിങ്ങൾ നമ്മുടെ കയ്യിലുള്ള പ്രൊട്ടാക്ടറും ആൻഡ് നമ്മുടെ കയ്യിലുള്ള കോമ്പസും കണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിതാ നോക്കിക്കേ, കോമ്പസിന്റെ ഒരു എൻഡ് പോയിന്റ് ഇവിടെ വെക്കുന്നു, അതേപോലെ ഒരു എൻഡ് പോയിന്റ് ഇതാ ഈ ലൈനിന്റെ എൻഡിലും വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ അടിപൊളിയായിട്ട് 3.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ അത് വരച്ചു, കോമ്പസ് മാറ്റി വെക്കുന്നു. ഇനി ചെയ്യേണ്ട കാര്യം, ഇനി പ്രൊട്ടാക്ടർ എടുത്തിട്ടാണ് നമ്മൾ എല്ലാ പരിപാടികളും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വൃത്തം വരയ്ക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പരിവൃത്തം വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്ന ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിന്റെ കോണുകളുണ്ട്. ഏതൊക്കെയാ കോണുകൾ? 50, 60, 70, 50, 60, 70. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ആംഗിൾസിന്റെ ഒക്കെ നേരെ ഇരട്ടി ഡബിൾ എടുക്കുക. 50ന്റെ ഇരട്ടി 100 അല്ലേ? 100. 60ന്റെ ഇരട്ടി 120 അല്ലേ? 70ന്റെ ഇരട്ടി 140 അല്ലേ? ഇതെടുത്ത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ചെയ്യേണ്ട കാര്യം അത് വളരെ ഈസിയാണ്. നിങ്ങൾ ആദ്യം 100 നിങ്ങൾ കറക്റ്റ് പ്രൊട്ടാക്ടർ ഇങ്ങനെ എടുത്തിട്ട് ഇതാ പ്രൊട്ടാക്ടറിലെ സെന്റർ കേന്ദ്രഭാഗം ഇവിടെ നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ വെക്കുക. ആൻഡ് റേഡിയസ് കറക്റ്റ് ഇങ്ങനെ ആയിരിക്കണേ. റേഡിയസ് ആ ലൈനിൽ 0 എന്ന് പറയുന്ന ലൈനിൽ വരണം. എന്നിട്ട് നിങ്ങൾ ആംഗിൾ മെഷർ ചെയ്ത് തുടങ്ങുക. ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുക? നമുക്ക് വേണ്ടത് ഈ ആംഗിൾസാണ്. 100, 120, 140. നോക്കിക്കേ, ഇവിടെ നിന്ന് 0 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ 100, 10, 20, 30, 40, 50, 60, 70, 80, 90 കഴിഞ്ഞിട്ട് പിന്നെ 100 ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, പ്രൊട്ടാക്ടർ നീക്കി വെക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്കെയിൽ എടുക്കുക, എന്നിട്ട് ഈ പോയിന്റും ഈ ലൈനും ജോയിൻ ചെയ്യുക. സ്കെയിൽ എടുത്തിട്ട് ജോയിൻ ചെയ്യുക. ഞാനിവിടെ സ്കെയിൽ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം ഞാനിതാ ഇവിടെ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എനിക്ക് 100 ഡിഗ്രി ആണെന്ന് കിട്ടി. ഫൈൻ. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ വൃത്തത്തിനെ തൊടുന്ന രീതിയിൽ ജോയിൻ ചെയ്താൽ മതിട്ടോ, പുറത്തേക്ക് ചാടണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി അടുത്തത് 120 ഡിഗ്രി. അപ്പം ഞാൻ ചെയ്യേണ്ടത് പ്രൊട്ടാക്ടർ ഇതാ വീണ്ടും ഈ പോയിന്റിൽ വെക്കുന്നു. അപ്പോൾ നമ്മുടെ റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത് പിന്നെ ഇതല്ലേ. അപ്പോൾ ഞാൻ ഇത് കറക്കി ഇട്ടതാ. നോക്കിക്കേ, കൃത്യമായിട്ട് 0 ഇപ്പോൾ കിട്ടിയ ഈ ഒരു പച്ച ഈ വരല്ലേ അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നു, പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആംഗിൾ ഏതാ? 120 ഡിഗ്രി ഞാനിതാ പ്രൊട്ടാക്ടറിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു. 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം എത്തുന്ന 120 ആണ്. അല്ലാതെ ഇതിന്റെ മുമ്പ് ഇവിടെ നിങ്ങൾക്ക് ഒരു 120 കാണാം, അത് മാർക്ക് ചെയ്യരുത്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതാ സ്കെയിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ ലൈൻ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്തു. അപ്പോൾ ഇതാ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടത്തെറ്റോളം മതി കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതും ജോയിൻ ചെയ്തല്ലോ. ഫൈൻ, ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വൃത്തത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു 3 പോയിന്റുകളില്ലേ, ഇതൊന്ന് കണക്ട് ചെയ്ത് വരച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട ആ ഒരു പരിവൃത്തം കിട്ടിക്കോളും. അതാ നോക്കിക്കോ, ഇങ്ങനെയാണ് നമ്മളത് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര, ആൻഡ് ഫൈനലി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര. നോക്ക്, നിങ്ങളുടെ ഈ ഒരു വൃത്തത്തിന്റെ റേഡിയസ് 3.5 സെന്റിമീറ്റർ ആണ്. ത്രികോണത്തിന്റെ 3 മൂലകളും വൃത്തത്തിലാണ്. ഇനി വേണ്ട കാര്യം ഇടാ, നോക്കിക്കേ, ഇത് ഞാൻ എടുത്തത് 100 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, ആൻഡ് അതിന്റെ തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഈ ആംഗിൾ എടുത്തത് 120 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ത്രികോണത്തിന്റെ ആംഗിൾസ് 50, 60, 70. 100ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിൾ ഇത് 50 ഡിഗ്രി ആയിരിക്കും. നമ്മൾ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണളവിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ കോൺ. 100 ആണെങ്കിൽ ഇത് 50, ഇത് 120 ആണെങ്കിൽ ഇത് വരുന്നത് 60 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വരുന്നത് നമ്മൾ മെഷർ ചെയ്യണമെന്നില്ല, ഇത് 140 ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. 4 മാർക്ക് ഈ ഒരു ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഇതേ മോഡലിൽ ഒരു ചിത്രം കൂടി നമുക്ക് വരയ്ക്കാം. പരിവൃത്തം അങ്ങോട്ട് സെറ്റ് ആവട്ടെ. നോക്കിക്കേ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ.
അപ്പോൾ ഞാൻ ആദ്യം 3 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം, എന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് സർക്കിൾ വരയ്ക്കണ്ടേ? സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോമ്പസ് വേണം. കോമ്പസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, പ്രൊട്ടാക്ടർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പ്രൊട്ടാക്ടർ എടുത്ത് സൈഡിലേക്ക് നീക്കി വെക്കുന്നുണ്ട്. കോമ്പസ് വെച്ചിട്ട് ഞാൻ 3 സെൻറ്റിമീറ്ററിൽ വളരെ അടിപൊളിയായിട്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോ, 3 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നോക്കിക്കുക. പ്രൊട്ടാക്ടർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ആംഗിൾസ് ഏതാന്ന് നോക്കുക. 32.5. 32.5 എന്ന് പറഞ്ഞാൽ 32.5. അടുത്തത് ഏതാടാ? 37.5, അതായത് 37.5. മൂന്നാമത്തെ ഒരു ആംഗിൾ കൂടി ഉണ്ടാവും, അത് നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമല്ല, 2 ആംഗിൾ മതി റെഡിക്ക് നമുക്ക്. സോ നോക്ക്, 32.5ന്റെ ഡബിൾ 32ന്റെ ഇരട്ടി എത്ര വരിക? 65 അല്ലേ? 65 അല്ലേ? അപ്പം ഞാനിതാ ഇവിടെ എടുക്കാൻ പോകുന്നത് 65. ഇതിന്റെ ഡബിൾ 65. ഇതിന്റെ ഡബിൾ എത്രയാ? 37.5ന്റെ ഡബിൾ അത് 75 ആയിരിക്കും വരിക. ശരിയല്ലേ? നോക്ക്, 37ഉം 37ഉം 74 വരിക. ഒരു 0.5 ഉണ്ടല്ലേ? 0.5 + 0.5 75. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ 2 ആംഗിൾ മതി. ഇനി ചെയ്യേണ്ട കാര്യം, ആദ്യം നോക്കിയാൽ പ്രൊട്ടാക്ടർ എടുക്കുന്നു, ഇവിടെ വെക്കുന്നു. നമുക്ക് വേണ്ടത് ഡബിൾ ആയിട്ടുള്ള ഈ ആംഗിൾസാണ്, 65ഉം 75ഉം. അപ്പോൾ ഞാൻ ആദ്യം 65 മെഷർ ചെയ്യാൻ പോവാം. നോക്കേ, 0ൽ സ്റ്റാർട്ട് ചെയ്ത് പോയി 40, 50, 60. 60ന്റെ 70ന്റെ ഇടയിൽ ഇതാ ഒരു വലിയ വര കാണാം, അതാണ് 65. മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അത് ഞാനൊന്ന് ജോയിൻ ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് സ്കെയിൽ വെച്ചിട്ട് വേണേൽ നിങ്ങൾക്ക് വരയ്ക്കട്ടോ. സ്കെയിൽ വെച്ചിട്ട് വേണേൽ വരച്ച് കാണിച്ചു തരാം. സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കിട്ടും. നോക്ക്, ഈ ഒരു പോയിന്റ് ആൻഡ് നിങ്ങളുടെ ഈ ഒരു സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യുക. സെൻറ്ററായിട്ട് കണക്ട് ചെയ്തു. സോ ഒന്നുകൂടി ചരിക്കല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റെഡി. ഇനി ഇതാ നോക്ക്, നിങ്ങളിത് വെറുതെ ഒന്ന് ലൈന് ജോയിൻ ചെയ്ത് അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ റെഡി. സർക്കിളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ മതി, പുറത്തേക്ക് പോകണമെന്നൊരു നിർബന്ധമില്ല. അത് വരച്ചു. ആൻഡ് ഈ ആംഗിൾ മെഷർ എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തല്ലോ. ഒരു പോയിന്റും കൂടി നമുക്ക് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന കിട്ടണം. അപ്പോൾ ഇതാ ഞാൻ പ്രൊട്ടാക്ടർ എടുക്കുന്നു, വീണ്ടും ഒന്ന് ചെരിക്കാൻ പോകുന്നു. ചെരിച്ചിട്ട് ഇതിപ്പോൾ പുതിയ കിട്ടിയ റേഡിയസ് നമ്മൾ അത് 0 ആക്കി വെക്കുന്നു. അതായത് പ്രൊട്ടാക്ടറിലെ 0 ഡിഗ്രി ആംഗിൾ ആ ലൈന് വരുന്നത് നമ്മൾ ആ റേഡിയസ് ആക്കി വെക്കുന്നു. ഒന്നുകൂടി വൃത്തിയൊക്കെ ചെരിച്ച് നല്ല അടിപൊളിയായിട്ട് വെക്കട്ടോ. പിന്നെ മാർക്ക് ചെയ്യേണ്ടത് 75 ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ 60, 40, 40, 50, 60, 70, 75 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വരും. ഓക്കെ, അതും കിട്ടി. ഞാനത് ഒഴിവാക്കുന്നു. എന്നിട്ട് നമ്മുടെ സ്കെയിൽ തിരിച്ചു കൊണ്ടുവരുന്നു. സ്കെയിൽ തിരിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അത് വെച്ചിട്ട് നമ്മളൊരു വര വരയ്ക്കാൻ പോകുന്നു. സ്കെയിൽ വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ, ഞാൻ വരയ്ക്കുന്നത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നുകൂടി ചരിക്കണം. ഓക്കെ, കുറച്ചുകൂടി. അപ്പോൾ ഇതാ ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്തോ? ഇതൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരച്ചോ. സർക്കിൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ മതി കേട്ടോ, പുറത്തേക്കൊന്നും പോകണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഞാനിതാ കണക്ട് ചെയ്തുകൊണ്ട് ഇനി വരയ്ക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, ഇവിടെ വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഫൈൻ. ഇതാ നോക്കിക്കുക, ലൈൻ വരയ്ക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയി. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്തു. ഇനി സ്കെയിലും വായിക്കട്ടെ. അപ്പോൾ മൂന്നാമത്തത് ടച്ച് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പരിവൃത്തമാക്കിയിട്ട് വരയ്ക്കുക എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. ഒന്നുമില്ല, നിങ്ങൾ ആ 3 പോയിന്റും കണക്ട് ചെയ്തുകൊണ്ടൊന്ന് വരച്ചേ. ആ 3 പോയിന്റും കണക്ട് ചെയ്തുകൊണ്ട് വരച്ചാൽ മതി, നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. ആദ്യം ഞാൻ ഈ പോയിന്റും കണക്ട് ചെയ്യുന്നു. ഈ കളർ വേണ്ട. ആദ്യം ഞാൻ ഈ പോയിന്റും കണക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ പോയിന്റും കണക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ പോയിന്റും കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ റെഡ് കണ്ടോ? ഈ റെഡാണ് നിങ്ങൾക്ക് വേണ്ട സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം. വേണമെങ്കിൽ ഞാൻ അത് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാട്ടോ. ഇതാ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നു. ഈ ഒരു പരിവൃത്തം, ഈ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വേണ്ട പരിവൃത്തം. റെഡി, സിമ്പിൾ ആണ്. ഇനിയിപ്പോൾ ആംഗിൾസിന്റെ കാര്യത്തിലും കൺഫ്യൂഷൻ വേണ്ട. ഇത് 75 അല്ലേ? അപ്പോൾ നോക്ക്, 65 ഏതാണോ ഈ ഒരു ആർക്ക് ഉണ്ടാക്കിയ ആംഗിളാണ്. ഈ ആർക്ക് ഉണ്ടാക്കിയ ആംഗിളാണ്. അപ്പോൾ ആ ആർക്കിൽ നിന്ന് പോയിട്ട് അതിന്റെ അൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയത് അതിന്റെ ഹാഫ്. അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും നിങ്ങളുടെ 32.5 വരിക. 32.5. ഓക്കെ, ഇനിതാ ഈ ഒരു ആർക്ക് ഉണ്ടാക്കിയ ആംഗിൾ ആണ് 75. ഈ ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആംഗിൾ ഇതായിരിക്കും നിങ്ങളുടെ 37.5 വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് വരച്ച് പഠിക്കുക. ഈ ഒരു ചോദ്യത്തിലൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ ഈ ഒരു 2 ചോദ്യത്തിലൂടെ സർക്കിൾ പരിവൃത്തം എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഇത് മനസ്സിലാക്കി വെക്കണം, വരച്ച് പഠിക്കണം. 4 മാർക്കാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ ഈ 2 ചോദ്യത്തിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ കാണാം, ബൈ.